ടൊമാറ്റോ മസാല. അപ്പൊ ഇന്നില്ലേ ഞങ്ങൾക്കില്ലേ ബീഫ് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാനില്ലാത്തോണ്ട് ബീഫ് ഉണ്ടാക്കാട്ടോ. അതാണ് ഞങ്ങൾ ബീഫ് ഇതാട്ടോ. ഈ ബീഫ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങള് വേഗത്തിൽ നോക്കാം. ബൈ. ടൊമാറ്റോ മസാല. അപ്പൊ സ്കൂൾ കൊണ്ട ബീഫ് ഉണ്ട് കേട്ടോ. സ്കൂൾ കൊണ്ടാ കൂട്ടാനില്ലാത്തോണ്ട് ബീഫിലെ നുറുക്കിട്ട് ഞങ്ങൾ വെച്ചോ. അപ്പൊ എന്റെ താത്തയെ നുറുക്കുന്നത് അപ്പോ ഞങ്ങളെ പിതാക്കള് ബീഫ് തിന്നിട്ടുണ്ടോ? തിന്നിട്ടില്ലേ? നിങ്ങൾ തിന്നിട്ടുണ്ടോ ബീഫ്? തിന്നിട്ടില്ലേ? നിങ്ങൾ ചോദിച്ചുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയൂല കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ചാനൽ തുടങ്ങിയത്. അത്രയുള്ള വീഡിയോ. ബൈ ബൈ. ഞങ്ങള് ഈ അരിയിലേക്ക് കാണാം. അപ്പൊ ഞങ്ങള് ഇത് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ബൈ. ആദ്യം തന്നെ നമുക്ക് കുഞ്ഞുകുഞ്ഞറിയാട്ടോ ബീഫ്. അതന്നെ കുഞ്ഞിട്ട് കുഞ്ഞി. അപ്പൊ ഇത് റെഡി ആയിട്ട് നമുക്കത് കഴുകിയെടുത്തിട്ട് മസാല തരുമ്പോ അപ്പൊ ഞങ്ങൾ കഴുകിയെടുത്തിട്ട് നമുക്ക് മസാല തരുമ്പോ കേട്ടാ. നമ്മൾ മസാലയില് ബീഫ് മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ആയിക്കണല്ലോ ചട്നി. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ. ബൈ. പൊളിച്ചിണ്ട്. അപ്പൊ ഞങ്ങള് ഇഞ്ചി അലവാളൊക്കെ ഇട്ടുകൊണ്ട് പക്ഷെ വീഡിയോ ഇട്ടാൻ പറ്റില്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. നമുക്ക് പാൻ ഓണാക്കാം കേട്ടോ. നമുക്കിത് ഇടാം. അപ്പൊ പാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കട്ടാ. കിട്ടാത്തത് കുട്ടിയെ ഇടാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിടാം. ഞാൻ തീ കത്തിക്കാറില്ല കേട്ടോ. ഇവിടെ ഇതുണ്ടായി ചിലപ്പോ ഇതിലിരിക്കും, അല്ലാത്തമ്മ നമ്മൾ അടുപ്പില്ലാത്തിട്ട്. അപ്പൊ എണ്ണ ചൂടായിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയ്ക്ക് ഇടാം. നമുക്ക്